ഹായ് ഫ്രണ്ട്സ്, അനൻസ് വേൾഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനൊരു പാൻ കേക്കുമായിട്ടാണ് വന്നിരിക്കുന്നത്. നല്ല അടിപൊളിയായിട്ടുള്ളൊരു വെറൈറ്റി പാൻ കേക്കാട്ടോ. സാധാരണ ഉണ്ടാക്കുന്നതിൽ നിന്ന് ചെറിയ വ്യത്യസ്തമായിട്ടൊക്കെയാണ് ഞാൻ ഉണ്ടാക്കിയേക്കുന്നത്. അപ്പം എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കുക. വീഡിയോ ഫുള്ളായിട്ട് കാണുക, സ്കിപ്പ് ചെയ്താൽ കാണണം. അപ്പോൾ നമുക്ക് അടിപൊളി ഒരു പാൻ കേക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. കുട്ടികൾക്ക് എന്തായാലും ഇഷ്ടപ്പെടുന്ന ഒരു പാൻ കേക്കാണ്. അപ്പോൾ പാൻ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ 2 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. ചെറിയ 2 മുട്ടയാണ് ഇട്ടത്. അപ്പോൾ 2 മുട്ട നമുക്ക് ഒരു പാൻ എടുത്തിട്ട് അതിലോട്ട് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. പിന്നെ ഞാൻ അതിലോട്ട് ചേർത്ത് കൊടുക്കുന്ന ബട്ടർ സ്കോച്ചിൻ്റെ എസൻസ് ആണ്. അതല്ലെങ്കിൽ വാനില എസൻസ് ചേർത്ത് കൊടുത്താലും മതി. ഒരു 1/4 ടീസ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു കളറും കൂടെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ചേർത്ത് കൊടുത്തത് കേട്ടോ. ബട്ടർ സ്കോച്ചിൻ്റെ എസൻസിന് കളറുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ ചേർത്ത് കൊടുത്തത്. വാനില എസൻസ് എടുത്താലും മതി. എന്നിട്ട് നമുക്ക് നല്ലതായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ചേർത്ത് കൊടുക്കുന്നത് പഞ്ചസാരയാണ്. പഞ്ചസാര അര കപ്പ് പഞ്ചസാര പൊടിച്ച് ചേർത്തതാണ്. നല്ലപോലെ പൊടിച്ചിട്ട് ചേർത്ത് കൊടുക്കുക, എന്നാലേ നമുക്ക് നല്ലതായിട്ട് മിക്സ് ചെയ്ത് കിട്ടുള്ളൂ. മധുരം കുറച്ച് മതിയെങ്കിൽ പഞ്ചസാരയുടെ അളവും കുറയ്ക്കാം. പിന്നെ അതിലോട്ട് ചേർത്ത് കൊടുക്കുന്ന പാലാണ്. പാല് ഒരു 1.25 ഗ്ലാസ്, അതായത് ഒരു 250 ml പാല് ഞാൻ എടുത്തിട്ടുണ്ട് ഏകദേശം. അത് നമുക്ക് കുറച്ചായിട്ട് ഒഴിച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ആദ്യം കുറച്ച് പാലൊഴിച്ചിട്ട് ഒരു 1/2 ഗ്ലാസ് പാലൊഴിച്ചിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യാം. പിന്നെ ഞാനിതിലോട്ട് പൊടി എടുക്കുന്നത് മൈദയാണ്. 1 കപ്പ് പൊടി എടുത്തിട്ടുണ്ട്. 250 ml ഒരു കപ്പിന് 1 കപ്പ് പൊടിയാണ് എടുത്തിരിക്കുന്നത്. അത് നമുക്ക് കുറച്ചായിട്ട് ഇട്ടിട്ട് കെട്ടാതെ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ അത് മിക്സ് ചെയ്ത് ഒന്ന് കുറുകി വരുമ്പോഴത്തേക്ക് നമുക്ക് ബാക്കി പാലും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനൊരു ഏകദേശം 250 ml എന്ന് പറഞ്ഞിട്ടുള്ളെങ്കിലും നിങ്ങൾ നല്ലപോലെ കുറുകിയായിരിക്കുന്നതെങ്കിൽ അതിനനുസരിച്ച് പാല് ചേർത്ത് കൊടുത്തോളൂ. തിളപ്പിക്കാത്ത പാലാട്ടോ ചേർത്ത് കൊടുക്കുന്നത്, പച്ചപ്പാൽ തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത്. നല്ലപോലെ മിക്സ് ചെയ്ത് നമുക്കൊരു ലൂസായിട്ട് കിട്ടണം. പിന്നെ അതിലോട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് തൈരാണ്. 1 ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അധികം പുളിയില്ലാത്ത തൈരാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ആവശ്യത്തിന് ഉപ്പ് എന്ന് പറഞ്ഞാൽ ഒരു പിഞ്ച് ഉപ്പ് കേട്ടോ, ഒത്തിരി ഉപ്പിട്ട് കൊടുക്കരുത്. നമ്മൾ മധുരം എല്ലാം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് ബേക്കിംഗ് സോഡയാണ്. ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ. ആ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുത്തുകൊണ്ടാണ് ഞാൻ തൈര് ചേർത്ത് കൊടുത്തത്. അപ്പോഴേ ബേക്കിംഗ് സോഡ നന്നായിട്ടൊന്ന് ആക്റ്റീവായിട്ട് വരുള്ളൂ. പിന്നെ നമുക്കിത് ഇപ്പം തന്നെ ചുടാം, അധികം നേരമൊന്നും വെക്കണ്ട. കുറച്ച് ലൂസായിട്ടിരിക്കണം കേട്ടോ മാവ്. ഇനി ഒരു പാൻ വെച്ചിട്ട് ഞാനത് ചൂടാൻ പോവാണ്. അത് ഒഴിച്ചിട്ട് നമുക്ക് അധികം വല്ലാണ്ട് പരത്തണ്ട, ദോശയൊന്നും പരത്തുന്ന പോലെ വല്ലാതെ പരത്തരുത്. ചെറുതായിട്ടൊന്ന് പരത്തി കൊടുക്കുക. അല്ലെങ്കിൽ ഇതേപോലെ ഒന്ന് പാനൊന്ന് ചരിച്ചു കൊടുത്താൽ മതി. എല്ലാ ഭാഗത്തോട്ടൊന്ന് മാവായി കിട്ടാൻ വേണ്ടിയിട്ടൊന്ന് പരന്ന് വരാൻ വേണ്ടിയിട്ട് ചരിച്ചു കൊടുക്കുക. അപ്പോൾ തന്നെ ഞാൻ പിന്നെ ഇട്ട് കൊടുക്കുന്ന കുറച്ച് ചോക്ലേറ്റ് ചിപ്സാണ്. ചോക്ലേറ്റിൻ്റെ ചിപ്സ് മുകളിൽ കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം. ഞാൻ ചിപ്സായിട്ട് കയ്യിലില്ലെങ്കിൽ ചോക്ലേറ്റ് ഉണ്ടെങ്കിൽ അതൊന്ന് ഗ്രേറ്റ് ചെയ്ത് ഇട്ട് കൊടുത്താലും മതി കേട്ടോ. ചിപ്സ് കയ്യിലില്ലാന്നുണ്ടെങ്കിൽ അത് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് മൂടി വെച്ചിട്ടാണ് ഞാനത് വേവിക്കുന്നത്. അപ്പോഴത്തേക്ക് നമ്മുടെ പാൻ കേക്ക് നിറയെ ഓട്ട വന്നിട്ടുണ്ട്. മൂടി വെച്ച് വേവിക്കുമ്പം നമ്മളെ ആ അടപ്പിൽ കുറച്ച് നേരം നമ്മൾ മൂടി വെക്കുമ്പം അടപ്പിലിങ്ങനെ ആവിവെള്ളം ഉണ്ടാവും. ആവിവെള്ളം തുടച്ച് കൊടുക്കണം കേട്ടോ, ഇടയ്ക്കൊന്ന് തുറന്നിട്ട്, അല്ലെങ്കിൽ ആ വെള്ളം നമ്മുടെ അപ്പത്തിൻ്റെ മുകളിലോട്ട് വീഴും. പിന്നെ ഇത് പാൻ നല്ലപോലെ ചൂടായതിന് ശേഷം ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് ചുട്ടെടുക്കാൻ. ചൂടായതിന് ശേഷം ലോ ഫ്ലെയിമിൽ, അടി കരിയരുത്. ആ ഒരു നിറത്തിൽ ആയിരിക്കണം നമ്മുടെ പാൻ കേക്കിൻ്റെ അടിഭാഗം ഇരിക്കുന്നത്. നല്ല ചൂട് ആയതിന് ശേഷം പിന്നെ തീ കൂട്ടുകയേ ചെയ്യരുത്. പറ്റ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് ഉണ്ടാക്കിയെടുക്കാൻ. അപ്പോഴേ നല്ല സ്പോഞ്ചി ആയിട്ടുള്ള പാൻ കേക്ക് നമുക്ക് കിട്ടുള്ളൂ. കേക്കിൻ്റെ അതേ ടേസ്റ്റാണ് നമുക്കിതിന്, അതേ മയവും ഉണ്ടാവും. ചോക്ലേറ്റും കൂടി ഇടുമ്പോൾ നല്ല കേക്ക് തിന്നുന്ന മാതിരി തന്നെ സൂപ്പറാണ്. അപ്പം ഞാൻ എല്ലാം ഇതേപോലെ ഞാൻ ചുട്ട് കാണിച്ചു തരാം.
പാൻ കേക്കൊക്കെ ചുട്ട് കഴിഞ്ഞു. ഞാനതൊന്ന് മുറിച്ച് കാണിച്ചു തരാം കേട്ടോ. ഇതിൻ്റെ മായം എത്ര സോഫ്റ്റ് ആണെന്നുള്ളത് കണ്ടോ. നമ്മൾ ചെറുതായിട്ടൊന്ന് വലിക്കുമ്പോഴത്തേക്ക് അതൊന്ന് മുറിഞ്ഞു പോരും. കണ്ടോ, കേക്കിൻ്റെ ഉൾഭാഗം ഇരിക്കുന്ന മാതിരി നല്ല സ്പോഞ്ചി ആയിട്ടാണ് ഇതിരിക്കുന്നത്. ആ ചോക്ലേറ്റ് ചിപ്സും കൂടെ ഇടയ്ക്ക് കടിക്കുമ്പം നല്ലൊരു ചോക്ലേറ്റ് കേക്ക് കഴിക്കുന്ന പോലെ ഇരിക്കും. അടിപൊളിയൊരു പാൻ കേക്കാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. കുട്ടികൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും, ആ കാര്യം ഞാൻ ഉറപ്പ് തരുന്നു. അപ്പോൾ എല്ലാവരും ഈ വെറൈറ്റി ആയിട്ടുള്ള പാൻ കേക്ക് ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം, ലൈക്ക് ചെയ്യണം, അഭിപ്രായങ്ങൾ അറിയിക്കണം. അപ്പം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരെങ്കിൽ ഉണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഞാൻ ഇതേപോലത്തെ വെറൈറ്റി ആയിട്ടുള്ള വീഡിയോകളായിട്ട് വീണ്ടും വരും. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.